ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഓലനാണ് കേട്ടോ. ഒന്ന് കുമ്പളങ്ങ വെച്ച് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഓലനും, അതുപോലെ തന്നെ മത്തങ്ങയും വൻപയറും വെച്ച് തേങ്ങാപ്പാലില്ലാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു ഓലനുമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓലനാണ് ഉണ്ടാകാറുള്ളത്. അപ്പം നമ്മൾ ഇന്ന് അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ആദ്യം തന്നെ മത്തങ്ങ വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം മത്തങ്ങ നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വീതിയിലാണ്, ഇങ്ങനെ തീരെ കനം കുറച്ചിട്ടും ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്, ഒരല്പം ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അത് എപ്പോഴും മത്തങ്ങ എടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കണം നമ്മൾ പയർ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ മത്തങ്ങ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഇതിനകത്ത് ഒന്നും തന്നെ നമ്മൾ ചേർക്കേണ്ട, മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും തന്നെ ചേർക്കാതെ വെറുതെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അപ്പം ഞാൻ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മത്തങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിക്കുക. അരക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ മത്തങ്ങയുടെ വ്യത്യാസം അനുസരിച്ച് 1/4 കപ്പ് തൊട്ട് അരക്കപ്പ് വരെ ഒഴിക്കുക കേട്ടോ. അത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് വേവിക്കാം. ഇപ്പം എന്താ മത്തങ്ങ ഇവിടെ നമ്മളുടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മത്തങ്ങയിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി ഇതിൽ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. ഓലനിൽ എപ്പോഴും ഉപ്പ് കുറവായിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പയറും ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മത്തങ്ങ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് പോവണ്ട. പക്ഷേ നമുക്ക് ഈ പയറുണ്ടല്ലോ, അതൊന്ന് നമ്മളെ കയ്യിലിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കറിയിലേക്ക് ചേർക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഉടച്ച് വെച്ച പയറുണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ മത്തങ്ങയുടെ കഷ്ണം അധികം ഉടയാതെ തന്നെ ഞാൻ പയറും മത്തങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഈ വെള്ളം ഇത്രയ്ക്കും വേണ്ടി വരും നമുക്ക്. ഈ വെള്ളത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം തീ, എന്നാലത് ഇരുന്ന് തണുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരിക. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില കൂടുതൽ ഇടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേപ്പിലിട്ടതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് നാളികേരപ്പാലൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ സ്വാദ് വേണം നമുക്കിതിൽ മുന്നിട്ട് നിൽക്കാനായിട്ട്. അപ്പോഴാണ് ഈ കറി, ഈ ഓലൻ്റെ മത്തങ്ങയും പയറും വെച്ചുള്ള ഈ ഓലൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നല്ല രീതിയിൽ. അപ്പോൾ ഇതാ ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. ഇതിന് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള മണം കറക്റ്റ് ആ കറിയിലേക്ക് ഇറങ്ങും. നമ്മളപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓലൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു 250 ഗ്രാം തന്നെ കുമ്പളങ്ങ ഇവിടെ നേരത്തെ മത്തങ്ങ നമ്മൾ അരിഞ്ഞില്ലേ, അതുപോലെ തന്നെ തിന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് 1-2 വിസിലടിക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് കുക്കറിലിടട്ടെ കേട്ടോ. ഇതാ കഷ്ണങ്ങൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, ഓലനിൽ എപ്പോഴും ഉപ്പ് കുറവ് മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുമ്പളങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് 2 വിസിലടിക്കാം കേട്ടോ. കുക്കർ ഇപ്പോൾ 2 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നോക്കാം. കുമ്പളങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം കുറച്ചല്ലേ ഇത് വെന്ത് വന്നപ്പോൾ ക്വാണ്ടിറ്റി ഉള്ളൂ. ഞാനിതൊരു ചെറിയ വേറെ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റട്ടെ കേട്ടോ. ഞാനപ്പോൾ കുമ്പളങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളുടെ 2ാം പാൽ ഒഴിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് 2ാം പാലുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് 2 മിനിറ്റ് തിളച്ചാൽ മതിയാവും. ഇപ്പം നമ്മൾ കുക്കറിൽ വേവിച്ച സമയത്ത് വേണമെങ്കിൽ നമുക്ക് 2ാം പാൽ ഒഴിക്കാം. പക്ഷെ അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ അത് പിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഇത് പിരിയില്ല.
ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ പാലും കുമ്പളങ്ങയും കൂടി ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ 2 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെയുള്ള ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണക്കപ്പയർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മത്തങ്ങയും വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കിയില്ലേ, അതിലിട്ട ആ പയർ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് പാലൊഴിച്ച് നമ്മൾ വേവിക്കുന്ന സമയത്ത് ആ വേവിച്ച പയർ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഇത് ഇട്ടിട്ടില്ല കേട്ടോ, ഉണക്കപ്പയർ ഇട്ടിട്ടില്ല, കുമ്പളങ്ങ മാത്രം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്ന് നമ്മൾ 2 ഡിഫറെൻറ്റ് രീതിയിലുള്ള ഓലൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മത്തങ്ങ വെച്ചിട്ടും അതുപോലെ കുമ്പളങ്ങ വെച്ചിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.